കൊല്ലത്ത് പേ വിഷബാധയേറ്റ് മരണം. കടയ്ക്കൽ കുറ്റിക്കാട് സ്വദേശി ബൈജു ആണ് മരിച്ചത്. എങ്ങനെയാണ് പേ വിഷബാധ ഏറ്റത് എന്ന് പരിശോധിച്ചു വരികയാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിലാണ് പേ വിഷബാധ സ്ഥിരീകരിച്ചത്. എസ് വിനീഷ് വിവരങ്ങൾ നൽകും. വിനീഷ്, ഈ മരണകാരണം അത് എന്തായിരുന്നു? അത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു സാധ്യത എന്നുള്ള ഏറെക്കുറെ അനുമാനമെങ്കിലുമുണ്ടോ? എൽദോ, കടയ്ക്കൽ കുറ്റിക്കാട് പാറയിൽ വീട്ടിൽ 44 വയസ്സുള്ള ബൈജു ആണ് ചൊവ്വാഴ്ച രാത്രിയിൽ മരിച്ചത്. ഇയാൾ അതിനുശേഷം ഇയാളുടെ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരുന്നു. ഇന്ന് ഇയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പേവിഷബാധ ഏറ്റതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. ഇത് അപ്പോൾ ബന്ധുക്കളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്, കഴിഞ്ഞ 6 മാസം മുന്നേ ബൈജുവിനെ ഒരു തെരുവുനായ ആക്രമിച്ചിരുന്നു. തുടർന്ന് ഇയാൾ വീട്ടിൽ തന്നെയായിരുന്നു. ചികിത്സകൾ ഒന്നും തന്നെ എടുത്തില്ല, അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള വാക്സിനുകളൊന്നും തന്നെ എടുത്തിട്ടില്ല എന്ന് പറയുന്നു. ചൊവ്വാഴ്ച പകല് ഈ ബൈജുവിന് അസുഖം ഉണ്ടാകുന്നു. അങ്ങനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ അയാളെ പ്രവേശിപ്പിച്ചു. ഉടൻ തന്നെ അയാളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. റെഫർ ചെയ്തെങ്കിലും ഇയാൾ പോകാൻ തയ്യാറായില്ല. ഇയാൾ ഉടനെ ഇയാളുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. വൈകുന്നേരം ഇയാൾക്ക് അസുഖം മൂർച്ഛിച്ചതോടുകൂടി വീണ്ടും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഇയാൾക്ക് മരണം സംഭവിച്ചു എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അങ്ങനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു ഇയാളുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടന്നത്. തുടർന്ന് ഇന്ന് വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള മരണകാരണം പേവിഷബാധയെ തുടർന്നാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. ഉടൻ തന്നെ ബൈജുവുമായി ഇടപഴകിയിട്ടുള്ളവർ വാക്സിൻ എടുക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ബൈജുവിനെ മരണപ്പെട്ട ദിവസം തന്നെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ള അവർ മുൻകരുതൽ എന്നോണം വാക്സിൻ എടുത്തിരുന്നു എന്നും അറിയുന്നുണ്ട്. എൽദോ, ശരി. കൊല്ലത്താണ് കടയ്ക്കൽ കുറ്റിക്കാട് സ്വദേശി ബൈജു ആണ് ഇത്തരത്തിൽ പേ വിഷബാധയേറ്റാണ് മരിച്ചത് എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ കാർ നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പ്രദേശവാസിയായിട്ടുള്ള ശാന്ത എന്ന തൊഴിലാളിയാണ് മരിച്ചത്. ചെറുനീയൂർ അച്ചുമമുക്കിലാണ് അപകടം നടന്നത്. ജോലിക്കിടെ റോഡരികിൽ വിശ്രമിക്കുകയായിരുന്നു ശാന്ത. കൊല്ലം സ്വദേശിയായിട്ടുള്ള ഡ്രൈവർ ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരവേ നിയന്ത്രണം വിട്ട കാർ ശാന്തയുടെ ദേഹത്തുകൂടി കയറിയിറങ്ങുകയായിരുന്നു. തൊഴിലുറപ്പ് കഴിഞ്ഞ സമയത്ത് അവരുടെ കൈകാലൊക്കെ വൃത്തിയായ സമയത്താണ് ഈ വണ്ടി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. വണ്ടി അവരെ മുകളിലോട്ട് പാഞ്ഞു കയറുന്നത്. എങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കണ്ടില്ല. കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നുണ്ട്, കാര്യമില്ല. നമ്മൾ അറിഞ്ഞ കേസിലാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അവർ ഹോസ്പിറ്റലാണെന്ന് അറിയുന്നു, കൈക്കളാകുമെന്ന് അറിയാൻ പറ്റും. വണ്ടി കോട്ടയം വണ്ടിയാണ്. കോട്ടയം വണ്ടിയാണ് കാണുന്നത്. മുകളിലൊരു വീട്ടിൽ അവരെ കാണാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോഴത്തേക്കാണ് സംഭവം നടക്കുന്നത്. ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു, അവർ ഒറ്റയ്ക്കല്ല. അവർ വന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്ക്. ഉടൻ തന്നെ നാട്ടുകാർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.